ജലപാത അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അർഹതയുള്ള സ്റ്റേറ്റാണ് കേരളം. ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ UDF ഗവൺമെന്റുകൾക്ക് പണ്ട് കഴിഞ്ഞത്, അത് ഇവർക്ക് പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു BJP നേതാവും മെട്രോമാൻ ഓഫ് കേരള ശ്രീധരൻ ഒരു അതിവേഗ പാതയെ സംബന്ധിച്ച് ഒരു വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേറ്റ് പറഞ്ഞത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം എങ്കിലും എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുകയായിരുന്നു കേരളത്തിന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ ഇവിടെ ഇല്ല, മറിച്ച് മറ്റിടങ്ങളിലൊക്കെ കൊടുത്തു. ഒപ്പം തന്നെ ഈ ജലപാത ഒട്ടും തന്നെ ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് പോലും ഈ ജലപാത പദ്ധതിയൊക്കെ അനുമതി കൊടുത്തിട്ടുണ്ട്, അത്തരം ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ജലപാത അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അർഹതയുള്ള സ്റ്റേറ്റാണ് കേരളം. അതുപോലെ തന്നെ ഉൾനാടൻ ജലാശയങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ അർഹതയും കേരളത്തിനുണ്ട്. ഈ അതിവേഗ റെയിലിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റിനും ഒരു ധാരണ ഇല്ല, ഈ പറയുന്ന എക്സ്പെർട്സിനും ഇല്ല എന്ന് വേണം ഇപ്പൊ കരുതാൻ. ആരും സീരിയസ് അല്ല. ഇവർ ഒരുമിച്ച് അഭിപ്രായം പറഞ്ഞ ഘട്ടമുണ്ട്, ഇപ്പൊ രണ്ടായി അഭിപ്രായം പറയാണ്. ഞാനൊരു കാര്യം പറയാം, ഇത് UDF ഗവൺമെന്റ് ഉണ്ടായപ്പോൾ ഇതിനായി ഓഫീസ് തുറന്ന് പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി അതിന്റെ പ്രാരംഭഘട്ടം കണ്ട ആളുകളാണ് ഞങ്ങൾ. അന്ന് വ്യവസായ വകുപ്പിന്റെ കീഴിലായിരുന്നു അതിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കാര്യത്തിലൊക്കെ ഒരു പ്രായോഗികമായ തീരുമാനം ഉണ്ടാക്കും. അത് പറയുമ്പോൾ ഞങ്ങൾ വന്നാൽ ഉണ്ടാക്കും എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതായി തോന്നണ്ട. കാരണം വെച്ചാൽ 5 കൊല്ലത്തിനുള്ളിൽ മെട്രോ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള വലിയ വലിയ പ്രോജക്റ്റുകൾ 10 മാസം കൊണ്ടും 1 കൊല്ലം കൊണ്ടും ഒക്കെ ഞങ്ങൾ പൂർത്തിയാക്കി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻഫോ പാർക്ക് അതിന് ഉദാഹരണമാണ്. ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ UDF ഗവൺമെന്റുകൾക്ക് പണ്ട് കഴിഞ്ഞത്, അത് ഇവർക്ക് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ലാഗ്, എല്ലാ കാര്യത്തിലും ലാഗിങ് ആണ്. മെല്ലെ പോക്കാണ്.